ഉത്തർപ്രദേശിൽ വമ്പൻ നീക്കങ്ങളാണ് സംഭാൽ ജില്ലയിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ജുമാ മസ്ജിദുമായുള്ള ഒരു സർവേ നടത്തുന്ന സാഹചര്യത്തിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇപ്പോൾ ആ പ്രതികളെക്കെല്ലാമായി തിരച്ചിൽ അവിടെ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം യോഗി ആദിത്യനാഥിന്റെ പോലീസ് അവിടെ 45 വർഷമായി അടഞ്ഞു കിടന്നിരുന്ന അനധികൃതമായി കുടിയേറ്റം നടന്ന ഒരു ക്ഷേത്രം വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. നേരത്തെയും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അധികാരികൾ ഈ ക്ഷേത്രം വീണ്ടെടുക്കണമെന്ന് പറഞ്ഞ പല സർക്കാരുകളെ സമീപിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ആർക്കും സംഭാലിൽ അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അനധികൃത കുടിയേറ്റങ്ങളിൽ കൈവയ്ക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ യോഗി ആദിത്യനാഥ് ആ ധൈര്യം കാണിച്ചിരിക്കുന്നു. 1978 മുതൽ ശിവ ഭഗവാന്റെ ക്ഷേത്രം അവിടെ ഉത്തർപ്രദേശിലെ സംഭാലിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു, അല്ലെങ്കിൽ അനധികൃത കയ്യേറ്റത്തിൽ പെട്ടുകിടക്കുകയായിരുന്നു. ആ ക്ഷേത്രമാണ് ഇപ്പോൾ അവിടെ യോഗി ആദിത്യനാഥ് വീണ്ടെടുത്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹിന്ദു കുടുംബങ്ങൾ പലതും ഈ പ്രദേശത്ത് താമസിച്ചിരുന്നതായും അവർ പറയുന്നു. ആ ഹിന്ദു കുടുംബങ്ങൾ അവിടെ നിന്നും വിട്ടുപോയതാണ് എന്നാണ് UP പോലീസ് അടക്കം പറയുന്നത്. ആ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നും ഉത്തർപ്രദേശ് പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട്. സംഭാൽ ജില്ലയിലെ ഖഗുസാരായി പ്രദേശത്താണ് 45 വർഷം പഴക്കമുള്ള ക്ഷേത്രം ഇപ്പോൾ അവിടെയുള്ള പോലീസ് വീണ്ടെടുത്തിരിക്കുന്നത്. അവിടെയുള്ള DMSP നടത്തിയ തെരച്ചിലിനിടെ ഈ പ്രദേശത്ത് ഒരു ക്ഷേത്രം അടച്ചിട്ടിരിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. തുറന്ന ക്ഷേത്രം ശുചീകരിച്ചപ്പോൾ ആ ക്ഷേത്രത്തിൽ പുരാതനമായ ഒരു കിണറും കണ്ടെത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കിണർ ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. ആ കിണർ തുറക്കുന്ന ജോലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കിണറിനകത്ത് എന്താണ് ഉള്ളത് എന്നുള്ളതിന്റെ ജിജ്ഞാസ ഇപ്പോഴും തുടരുകയാണ്. കയ്യേറിയ ക്ഷേത്രമാണ് തുറന്നത്. റസ്തോഗി കുടുംബത്തിലെ കുൽഗുരുവിൻ്റെതാണ് ഈ ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. സമീപം ധാരാളം ക്ഷേത്രങ്ങൾ കയ്യേറിയിട്ടുണ്ട്. അവിടെ നിന്നും ധാരാളം ആൾക്കാർ ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ക്ഷേത്രം സമീപ പ്രദേശങ്ങളിലെ നിരവധി ക്ഷേത്രങ്ങൾ കയ്യേറിയത് തിരിച്ചെടുക്കാൻ ഈ ക്ഷേത്രത്തിൻ്റെ കയ്യേറ്റം തിരിച്ചു പിടിച്ചതോടെ സാധിക്കുമെന്നാണ് അവിടെയുള്ള ജനങ്ങൾ പറയുന്നത്. ശനിയാഴ്ച രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിച്ചതായി DM പറഞ്ഞു. ഇതിനിടെ വൈദ്യുതി മോഷണ കേസ്, അതായത് ഉത്തർപ്രദേശിലെ ആ ഭാഗത്ത് നിന്നും 15 കോടിയുടെ വാർഷിക വൈദ്യുതി മോഷണം നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കലാപത്തിന് ശേഷം ഹിന്ദുക്കൾ ഈ പ്രദേശത്ത് കുടിയേറിയതായി പ്രദേശവാസികൾ പറയുന്നു. വർഷങ്ങളോളം ഈ ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ക്ഷേത്രം അവിടെയുള്ള മറ്റാൾക്കാർ കൈവശപ്പെടുത്തി. ഇന്ന് ഭരണകൂടം ഈ ക്ഷേത്രം വീണ്ടും തുറന്നു. ഇതിനിടെ ഒരു കിണറും കണ്ടെത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നഗർ ഹിന്ദു സഭ കൺസർവേറ്റർ വിഷ്ണു ശരൺ റസ്തോഗിയാണ് ഈ ക്ഷേത്രം 1978 മുതൽ വീണ്ടും തുറക്കണം എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കിയത്. ഞങ്ങൾ ഖഗുസറായ് പ്രദേശത്താണ് താമസിച്ചിരുന്നത്. ഞങ്ങളുടെ വീട് തൊട്ടടുത്ത് 1978 ശേഷം ഞങ്ങളുടെ വീട് വിറ്റ് സ്ഥലം കാലിയാക്കി. ഇത് ശിവന്റെ ക്ഷേത്രമാണ്. ഞങ്ങൾ ഈ പ്രദേശം ഉപേക്ഷിച്ച് ഈ ക്ഷേത്രം പരിപാലിക്കാൻ കഴിഞ്ഞില്ല. ഈ സ്ഥലത്ത് പുരോഹിതനില്ല. 15-20 കുടുംബങ്ങളാണ് ഈ സ്ഥലത്ത് നിന്നും മൈഗ്രേറ്റ് ചെയ്ത് പോയത്. പൂജാരിമാർക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്തതിനാൽ ക്ഷേത്രം അടച്ചു. ഒരു പുരോഹിതനും ഇവിടെ താമസിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. 1978 മുതൽ ഈ ക്ഷേത്രം അടഞ്ഞു കിടക്കുകയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെയുള്ള മതമൗലികവാദികളുടെ ശല്യവും ഗുണ്ടകളുടെ വിളയാട്ടവും തന്നെയാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ആ ക്ഷേത്രം 1978 മുതൽ അടഞ്ഞു കിടന്ന ക്ഷേത്രം ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുന്നു, തിരിച്ചു പിടിച്ചിരിക്കുന്നു. ആ ക്ഷേത്രത്തിൽ പോലീസുകാർ കയറി മണിയടിക്കുകയും അവിടെയുള്ള വിഗ്രഹങ്ങൾ മുഴുവനും അവർ വൃത്തിയാക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്ഷേത്രം വീണ്ടെടുത്തതിൽ ആഹ്ലാദത്തിലാണ് അവിടെയുള്ള ഹിന്ദുക്കളും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.